ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സബ്ഷെല്ലുകളുടെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ പഠിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സബ്ഷെല്ലുകളെ നമുക്ക് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ അനുസരിച്ച് വളരെ ഈസി ആയിട്ട് എഴുതുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു നോട്ട്ബുക്കും പേനയൊക്കെ എടുത്തിട്ട് ഈ ഒരു മെത്തേഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി നോക്കിയാലോ. എങ്ങനെയാണ് മക്കളെ, നമുക്കറിയാം പ്രധാനമായിട്ടും 4 സബ്ഷെല്ലുകളുണ്ട് അല്ലേ? ഈ കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 4 സബ്ഷെല്ലുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ് 4 സബ്ഷെല്ലുകൾ? നമ്മൾ എഴുതുന്നുണ്ട് എസ്, പി, ഡി, എഫ് അല്ലേ? ഇങ്ങനെ 4 സബ്ഷെല്ലുകളാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. ഇവർക്ക് ഞാൻ ജസ്റ്റ് ഒരു നമ്പർ കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ഇങ്ങനെ നമ്പർ കൊടുത്തു. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി നോക്ക്. ഇതിൽ എസിനെ 2 തവണ എഴുതുക. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് പി മുതൽ എസ് വരെ 2 തവണ എഴുതുക. അതായത് പി എസ് എന്ന് 2 തവണ എഴുതുക. പിന്നെയോ ഡി മുതൽ എസ് വരെ 2 തവണ എഴുതുക. അത് കഴിഞ്ഞിട്ടോ എഫ് മുതൽ എസ് വരെ 2 തവണ എഴുതുക. അത് നമുക്ക് എഴുതി നോക്കിയാലോ എങ്ങനെ ഉണ്ടാവുന്നുള്ളത് അല്ലേ? അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്, എസിനെ 2 തവണ എഴുതുക. അപ്പൊ എസിനെ 2 തവണ എഴുതുക എന്ന് പറയുമ്പോൾ എന്താ വരിക, ഇതാ എസ് അല്ലെ? ഇങ്ങനെ 2 തവണ നമ്മൾ എന്ത് ചെയ്തു, എസ് എന്ന് എഴുതി. അതേപോലെ എന്ത് ചെയ്യണം, പി എസ് 2 തവണ എഴുതണം അല്ലെ? അപ്പൊ ദാ പി എസ്, വീണ്ടും പി എസ് എഴുതി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ വേണ്ടത്, ഡി മുതൽ എസ് വരെ 2 തവണ എഴുതണം. അപ്പൊ എങ്ങനെ വരിക, ഇതാ ഡി പി എസ്, വീണ്ടും അതന്നെ റിപ്പീറ്റ് ചെയ്യാം, ഡി പി എസ്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് എന്താ വേണ്ടത്, എഫ് മുതൽ എസ് വരെ 2 തവണ എഴുതുക. അപ്പൊ ദാ എഫ് ഡി പി എസ്, വീണ്ടും എന്താ വരിക, എഫ് ഡി പി എസ് ഇങ്ങനെ എഴുതി വെച്ചു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, എടാ എസിന് ഞാൻ കൊടുത്ത നമ്പർ 1 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എസിന് 1ൽ നിന്ന് നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരിക നോക്ക്. ഇതല്ലേ നമ്മൾ ആദ്യം എഴുതിയ എസ്, ഇതിന് നമ്മൾ നമ്പർ 1 എന്ന് കൊടുത്തു. അപ്പൊ ഇതിനോ 2, അടുത്ത എസിനോ 3, പിന്നുള്ളതിനോ 4, ഇതിനോ 5, ഇതിനോ 6, ഇതിനോ 7, ഇതിനോ 8. ക്ലിയർ? ഇനി അടുത്തത് പീക്ക് അല്ലേ നമ്പർ കൊടുക്കേണ്ടത്. പീക്ക് എങ്ങനെ നമ്പർ കൊടുക്കുക, ഇവിടെ പിയുടെ നമ്പർ 2 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പീക്ക് 2ൽ നിന്ന് നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എങ്ങനെ വരിക നോക്ക്. ഇതാണ് 2p, ഇതോ 3p, ഇതോ 4p, ഇതോ 5p, ഇതോ 6p, ഇതോ 7p. ക്ലിയർ? ഇനി അടുത്ത കാര്യം, ഡിക്ക് നിങ്ങൾ നമ്പർ കൊടുത്ത് തുടങ്ങേണ്ടത് എത്രയിൽ നിന്നാണ്, 3ൽ നിന്നാണ് നമ്പർ കൊടുത്ത് തുടങ്ങേണ്ടത്. അപ്പൊ മക്കൾ നോക്ക്, ആദ്യം കാണുന്ന ഡി ഇതല്ലേ? അപ്പൊ ഈ ഡിയുടെ നമ്പർ എത്ര വരിക, 3d, ഇതോ 4d, ഇതോ 5d, ഇത് 6d. ക്ലിയർ? ഇനി എഫിന് നമ്പർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എത്രയിൽ നിന്നാണ്, 4ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നോക്ക്, നമ്മൾ ആദ്യം എഴുതിയ എഫ് എന്ന് പറയുന്നത് എന്താണ്, ഇതല്ലേ 4f. പിന്നെ ഏതാ എഫ് വരിക, ഇതല്ലേ, ഇതെന്താ 5f. ഇത്രയുള്ളൂ സബ്ഷെല്ലുകളുടെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. ഇനി എന്താ ഇതിന്റെ ഇടയിൽ ചെയ്യേണ്ടത്, ജസ്റ്റ് ഈ സിമ്പിൾ ഒന്ന് കൊടുത്താൽ മതി. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ എന്ന് കാണിക്കുന്ന ഈ ഒരു സിമ്പിൾ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതാ ഇങ്ങനെ സിമ്പിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, പരിപാടി അവസാനിച്ചു കേട്ടോ. സോ ഇത്രയുള്ളൂ സബ്ഷെല്ലുകളുടെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ എഴുതാന്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, കൂടെ കൂടിക്കോ. താങ്ക് യു.